തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF കൗൺസിലർമാരുടെ ഉപരോധം നടക്കുകയാണ്. RS സൂദന്റെ രാജി ആവശ്യപ്പെട്ടാണ് ഉപരോധം. എന്തൊരു സമരാവേശത്തിലായിരുന്നു പോരാട്ടങ്ങൾ നടത്തുന്നത്. നമ്മൾ കണ്ടതാണ് അനാവശ്യമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അന്വേഷിച്ചുകൊണ്ട് പല വാതിലുകളിലും കയറിയിറങ്ങേണ്ട ജനങ്ങളുടെ ദുരവസ്ഥ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്നിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ കൈവശം ഒരു വലിയ അജണ്ടയുടെ ഒരു വലിയ കോപ്പി തന്നിട്ടുണ്ട്. തലയണ പോലെ നമ്മൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന ഭാഗത്തിൽ ഇത്രയധികം അജണ്ടകൾ 29-ാം തീയതി വിജിൻ വായന്തോട് വിവരമായി ചെയ്തു. വിജിൻ, എന്താണ് ഇവരുടെ ആവശ്യം? അജിംസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ RS സുഗതൻ വാഴവോട്ടുകോണം കൌൺസിലർ കാപ്പ കേസിൽ നിലവിൽ വിയൂർ ജയിലിൽ ആണ് കഴിയുന്നത്. അദ്ദേഹത്തെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടാണ് LDF കൌൺസിലർമാർ ഇപ്പോൾ മേയർ VV രാജേഷിന്റെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി കോർപ്പറേഷന് പുറത്ത് LDFന്റെ സമരം ഇതിനായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 19 കേസുകളാണ് ഈ സുഗതനെതിരെയുള്ളത്. അദ്ദേഹത്തെ കൌൺസിൽ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ളതാണ് ആവശ്യം. നിലവിൽ 2 തവണ കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇനി 29-ാം തീയതിയാണ് അടുത്ത കൌൺസിൽ യോഗം നടക്കുന്നത്. അതുകൂടിയാകുമ്പോൾ 3 തവണ സുഗതൻ കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാത്ത സ്ഥിതിയാകും. ലീവ് പോലും നൽകാതെയാണ് ഇത്തരത്തിൽ കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. നേരത്തെ ഒടുവിൽ കഴിഞ്ഞിരുന്ന ഘട്ടത്തിലാണ് സുഗതനെ പോലീസ് കാപ്പ കേസ് ചുമത്തി കരുതൽ തടങ്കലിലേക്ക് അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് വിയൂർ ജയിലിലേക്ക് സുഗതനെ മാറ്റുന്നത്. എന്തായാലും ഇയാളെ കോർപ്പറേഷൻ ഓഫീസിൽ ഇരുത്തുന്നതും കൌൺസിലറായി ഇരുത്തുന്നതും അത് കൌൺസിലറിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കോർപ്പറേഷനിലെ LDF അംഗങ്ങൾ ഉന്നയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അത്തരം മുദ്രാവാക്യം ഉയർത്തിയാണ് നിലവിൽ ഇപ്പോൾ മേയർ VV രാജേഷിന്റെ ഓഫീസ് നിലവിൽ LDF പ്രവർത്തകർ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 51 അംഗങ്ങളാണ് സ്വതന്ത്രന്റെ കൂടി പിന്തുണയോടുകൂടി 51 പേരുടെ പിന്തുണയാണ് NDAക്കുള്ളത്. അങ്ങനെ സുഗതനെ ഒരുപക്ഷെ മാറ്റുകയാണെങ്കിൽ 101 കൌൺസിലർമാരുള്ള കോർപ്പറേഷനിൽ BJPയുടെ എണ്ണം 49 മാറും. ഒരു സ്വതന്ത്രൻ കൂടിയാകുമ്പോൾ അത് 50 ആവുകയാണ് ചെയ്യുക. അങ്ങനെയെങ്കിൽ കേവല ഭൂരിപക്ഷം തന്നെ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും. കഴിഞ്ഞ ദിവസം ഈ ദൈവനാമത്തിൽ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതുമായി ബന്ധപ്പെട്ട് 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കുകയും പിന്നീട് 19 കൌൺസിലർമാർ സത്യപ്രതിജ്ഞ ഇന്നലെ വൈകിട്ട് തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് ദൈവനാമത്തിലാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്തത്. ആ 20 പേരിൽ ഒരാൾ കൂടിയാണ് സുഗതൻ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പേര് പറഞ്ഞാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ഒരു സാങ്കേതിക പ്രശ്നം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. 4 ആഴ്ചക്കകം ഈ 20 കൌൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. പക്ഷേ നിലവിൽ കാപ്പ കേസിൽ കഴിയുന്ന സുഗതന് ഈ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. സാധാരണ നിലയിൽ കാപ്പ കേസിൽ കരുതൽ തടങ്കലിൽ വെക്കുന്നത് 3 മാസമാണ്. 3 മാസം കഴിഞ്ഞാൽ മാത്രമാണ് ജാമ്യാപേക്ഷ ഉൾപ്പെടെ നൽകാൻ കഴിയുക. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയാണ് നിലവിലിപ്പോൾ എന്തായാലും BJP ഭരണസമിതി നേരിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സുഗതനെ മാറ്റാനോ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു നടപടിയിലേക്കോ BJP കടക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും നിലവിലിപ്പോൾ പ്രതിസന്ധിക്ക് ഇടയാണ് ഇന്നലെ പെട്ടെന്ന് 19 പേരെയും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. അത് പക്ഷേ കൌൺസിൽ ഹാളിലുള്ള മറ്റൊരു ചേംബറിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. കൌൺസിൽ ഹാളിൽ ചേരണമെങ്കിൽ കൌൺസിൽ യോഗം വിളിച്ചുകൂട്ടണം. അങ്ങനെ കൌൺസിൽ യോഗം വിളിച്ചുകൂട്ടിയാൽ സുഗതൻ 3 മാസവും കൌൺസിൽ യോഗത്തിൽ അവധി അപേക്ഷ പോലും നൽകാതെ പങ്കെടുത്ത സാഹചര്യത്തിൽ